ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷോഫാസ് രുചിക്കൂട്ട് ആൻഡ് വ്ളോഗ്. അപ്പോൾ ഇന്നൊരു അടിപൊളി വിഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലിൻ കപ്പയെന്നും അതുപോലെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. ഞങ്ങളൊക്കെ കപ്പ പണ്ട് തൊട്ടേ ഇത് നമ്മൾ ചെയ്ത് വരുന്നതാണ്. കാരണം നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഉച്ചയ്ക്ക് ഇതുപോലെ ഭയങ്കര തിരക്കാരികൾ അന്നൊക്കെ വീട്ടിൽ വെച്ചെല്ലാം ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതുപോലെ അന്ന് ആ തലേ ദിവസം ഉച്ചയ്ക്കൊക്കെ ഇതേപോലെ എല്ലും കപ്പടിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, നമുക്കത് വീട്ടിലേക്ക് പോകാം. ഇത് പന്നി കയറാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഗേറ്റൊക്കെ ഉണ്ടാക്കി ഇട്ടതാണ്. ഇത് ഇട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഈ ഷീറ്റ് ഇട്ടേക്കുന്ന കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊക്കിയിട്ട് പന്നി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കണ്ടത്തിലും ഈ കണ്ടത്തിലും ഇറങ്ങിയത് നമ്മുടെ കണ്ടമാണ്, അത് വേറെ കണ്ടമാണ്. പക്ഷേ ഈ കണ്ടത്തിൽ ഇപ്പോൾ ചീനി ഇട്ടതേ ഉള്ളൂ. അവിടെ വേണ്ട നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 5-6 കമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പ് നമ്മൾ പിഴാൻ പോവുകയാണ്. ഇതിൽ കിഴങ്ങ് കുറവാണ് കേട്ടോ. നമ്മുടെ വെള്ളം കിടന്നിട്ട്, മഴ പെയ്ത് വെള്ളം കിടന്നിട്ട് ചീനി മൊത്തം അഴുകിപ്പോയി. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം 3 മൂട് പിഴുതപ്പോൾ 3 കിഴങ്ങാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലിങ്കപ്പ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചീനി പിഴുതത്. നമുക്ക് പിഴുത് നോക്കാം. മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വരും. വേണ്ട, ഒന്നുമില്ല. നമുക്ക് വേറൊരു മൂട് പിഴുത് നോക്കാം. ഇതിൽ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഇച്ചിരി വലിയ മൂടാണ്. ഇതിൽ വരാൻ ബുദ്ധിമുട്ടാണ്. ഇതിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതാണ്ട് വലിയൊരു കിഴങ്ങായിരുന്നു. ഇതാണ്ട് അഴുകിപ്പോയി കേട്ടോ. നമ്മുടെ ആവശ്യത്തിനെ കൊണ്ട് മതി. കുഴി കണ്ട, ഇവിടെ എല്ലാം കുഴി. ഇതെല്ലാം എലി കുഴിച്ചതാണ് കേട്ടോ. അയ്യോ, കണ്ടോ, ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ചീനി. അടുത്ത ആൾ ചീനി വീഴാൻ പോവുകയാണ്. വരുന്നുണ്ടോ? ഇടിക്കല്ലേ. അഞ്ച് മൂട് കപ്പ വെള്ളം ഒന്നുമില്ല. നമ്മളിപ്പം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പോകണം കേട്ടോ. എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ എല്ലാം പന്നി ഇറങ്ങും. എത്ര നോക്കിയാലും പന്നി ഇറങ്ങും. നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നോക്കുക. ഓ, പെട്ടെന്ന് നമ്മത്തിവിടെ മാത്രം കാണിക്കാതെ. ഇനി നമുക്കിത് വെട്ടിയെടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ആയതുകൊണ്ട് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മുട്ടൻ വെച്ച് വെട്ടുവാന്നേ. എന്നുണ്ടെങ്കിൽ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചീനി കറുത്താൽ പിന്നെ കറുത്ത് പോകും. അപ്പം മുട്ടത്തോട് വെട്ടിക്കഴിഞ്ഞാൽ ചീനി കറക്കത്തില്ല. ഒരെണ്ണം ജോലിയൊന്നും ചെയ്യാത്ത ഒരു കൊച്ചുണ്ട്. അപ്പോൾ ആ കൊച്ചിലൂടെ ചെറിയൊരു ജോലി കൊടുക്കണ്ടേ.
ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. പിള്ളേരെയൊക്കെ നമ്മൾ ജോലി ഇത് ശീലിപ്പിക്കണം. അപ്പോൾ ഈ ചെറിയ ജോലിയെങ്കിലും ചെയ്യട്ടെ. വെയിറ്റ് വിടലേ എടുക്ക്. നമുക്ക് അവിടുത്തെ കുറച്ച് കറിവേപ്പില കൂടി എടുത്തുകൊണ്ട് പോകാം. കറിവേപ്പില വെച്ച് ഒടിച്ചെടുക്കാം അല്ലയോ? ഞങ്ങൾ ചാഞ്ഞു പോയി. ഇതെടുക്കും. എൻ്റെ അമ്മ ഉള്ളത് മൊത്തം പിഴുതു. അഞ്ച് മൂട് പിഴുതു. 2 മൂട് കിടപ്പുണ്ട്. 5 മൂട് പിഴുതിനകത്ത് ഇത്രയും ചീനി കിട്ടിയുള്ളൂ. മൊത്തം എല്ലിരുന്ന് പിന്നെ അഴുകിയൊക്കെ പോയി. ഇരിക്കട്ടെ, ക്ഷണിച്ചു പോയി. കപ്പയൊക്കെ നമ്മൾ പൊളിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞ് കഴുകി കൊണ്ടുവന്നിരിക്കുന്നതാണ്. പിന്നെ 1 കിലോ എല്ലും ഇറച്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ 1 കിലോ. പിന്നെ നമ്മൾ വേണ്ടേ സവാളയും ഉള്ളിയും കറിവേപ്പിലയും, അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ എല്ലും ഇറച്ചിയും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇറച്ചിക്കകത്ത് തന്നെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടും. നമുക്കൊരു 4 വിസിൽ വരെ വരുത്തിയെടുക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ നമ്മുടെ എല്ലും കപ്പയ്ക്ക് ഇടാനാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാകുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. തീ കുറച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. തേങ്ങയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി കൊടുക്കാം. തേങ്ങ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിനിപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനാണ്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്കായും കുറച്ച് പട്ട, ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. 1.5 സവാളയും കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. കുറച്ച് കറിവേപ്പില. ഓക്കെ, നമ്മുടെ ഇറച്ചി നമ്മൾ വേകുമ്പോഴത്തേക്കിന് കപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടിയും, ഒരു 2-2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി
ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന എല്ലും ഇറച്ചിയും കൂടെ ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടെ. ഈ 1 സ്പൂൺ ചതച്ച കുരുമുളകാണ്, അതുകൂടി ഇങ്ങോട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കപ്പ ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇറച്ചിയിലൊന്ന് പിടിക്കട്ടെ. കുറച്ചും കൂടെ ഒന്ന് അതിലിരുന്നൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ചീനി വേവിച്ച് അതിലേക്ക് ഇടാം. അപ്പം നമ്മൾ അരപ്പെല്ലാം ചേർത്ത് ഇറച്ചി എല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാവേ. അടച്ചൊരു അല്പം കൂടെ ഒന്ന് വേവട്ടെ. കാരണം നമ്മൾ ഉള്ളിയൊക്കെ വെന്ത് അതിലൊന്ന് പിടിക്കണേ. നമ്മുടെ മുളകൊക്കെ ഇട്ട് കൊടുത്ത് കുരുമുളകൊക്കെ ഇട്ട് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നമ്മുടെ ആ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ച് വരണം. അതിന് ശേഷം നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അടച്ചു കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. കാരണം ഞാൻ കപ്പ ഡയറക്റ്റ് ഇതിനകത്തോട്ടങ്ങ് കുടഞ്ഞിടുമായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇടരുതൊരിക്കലും. കാരണം കപ്പയൊന്ന് ഉടച്ചിട്ട് വേണം നമ്മുടെ ഇറച്ചിക്കകത്തേക്ക് ഇടാൻ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടച്ചെടുക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരുവിധമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും സംഭവം പൊളിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടുന്നതിന് മുന്നേ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനിയും നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് വിതറി കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ എല്ലിൻ കപ്പ അഥവാ കപ്പ ബിരിയാണി നല്ല പൊള്ളിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. എല്ലാവരും ഒരു ലൈക്കൊക്കെ തന്ന് പോകണം. അതുപോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ ഇങ്ങനെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം.